കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് വസുന്ധരാദേവിയുടെ കഥയാണ് ദുഃഖപുത്രി. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ കഥ. ഏകമകൾ നഷ്ടമായ മാതൃഹൃദയത്തിൻ്റെ തേങ്ങലുകളുടെ കഥ. കാണുക, അനുഗ്രഹിക്കുക. ഹലോ, ഞാൻ തന്നെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഞാൻ വരുന്നില്ല എന്ന്. എന്തിനാണ് എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുന്നത്? സോറി, ഞാൻ വരുന്നില്ല. ഹലോ ദേവി. സുൽഫി, എന്താ വിളിച്ചത്? നീ ആ സാഹിത്യ സംഘത്തിനോട് എന്താ പറഞ്ഞേ? വരില്ലെന്ന് പറഞ്ഞോ? നീ എന്താ വരില്ലെന്ന് പറയാൻ കാരണം? നിനക്ക് എന്റെ അവസ്ഥ അറിയില്ലേ? നീയും എന്താ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? എനിക്കൊന്നിനും കഴിയുന്നില്ല. എന്നെ ഒന്ന് മനസ്സിലാക്കൂ. എന്നെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പ്ലീസ്. നീ എന്തായാലും പോകണം. നിന്നെ ഉപേക്ഷിച്ച് പോയ അയാളോടുള്ള വാശിക്ക് വേണ്ടെങ്കിലും നീ പോകണം. നോക്കട്ടെ, വൈകുന്നേരം ഞാൻ അരുണിമയും കൂട്ടി വരാൻ കഴിയുമോ നോക്കട്ടെ. ദേവി, ഇതാ ചായ കുടിക്കൂ. അമ്മ, ഞാൻ വന്ന് എടുക്കുമായിരുന്നല്ലോ. ഇതാ ദേവി പേപ്പറുകൾ. അമ്മ, ഞാൻ അമ്പലത്തിൽ പോവാ. അമ്മ വരുന്നെങ്കിൽ തയ്യാറാവും. ഇല്ല ദേവി, നീ പോയി വരൂ. എനിക്ക് കുറച്ച് ജോലികളുണ്ട് മോളെ. അമ്മ, അരുണിമ ഇന്ന് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ, ഞാൻ അമ്പലത്തിൽ പോയച്ച് വരാം.
ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? അയ്യോ, 2 വേണ്ടായിരുന്നു, 1 മതി. 1 മതി, തീരെ വിശപ്പ്. മതി മതി. അടി മുഴുവനായിട്ട് കഴിക്കടി. ഒറ്റൊരു കഷ്ണം തിന്നു. അത് തിന്നു. അമ്മ കഥ അടച്ചേക്കും. ആ അമ്മേ, സുഖല്ലേ? കുറേ നാളായി വരാൻ പറ്റാത്ത. ദേവി എവിടെ? എവിടെയോ പോയി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണല്ലോ അമ്മേ. അത് മിക്കവാറും അങ്ങനെയാ, വിളിച്ചാൽ കിട്ടായിരുന്നു. എന്നാ അമ്മേ, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരി മോളെ. ഇവിടെ ദേവിയെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോഴേ പറഞ്ഞതായിരുന്നു അയാളെ ആശംസക്ക് വെക്കരുതായിരുന്നു. അവളുടെ അതേ കാറിന്റെ കളറിന്റെ അമ്പലത്തിൽ എന്താ ദേവി ഇങ്ങനെ? ഞങ്ങൾ എത്ര വിഷമിച്ചെന്ന് പറയാം, എന്തൊരു വിഷമത്തിൽ ഞങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് കൂടെ ഇല്ല, ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഇല്ല. രവി ഇന്നത്തെ പ്രോഗ്രാമിന് പോകണം, നിർബന്ധമായിട്ട് പോകണം. വലിയ സാഹിത്യക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന അവനില്ലേ, നിന്നെ കളഞ്ഞിട്ട് പോയ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയാണിത്. നിർബന്ധമായിട്ട് നീ പോകണം. അതേ ദേവി അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രതികാരമായിരിക്കും ഇത്. എനിക്ക് എന്നെ വിട്ടേച്ചു പോയ അയാളോട് യാതൊരു പ്രതികാരവുമില്ല. ഈ ലോകത്തിൽ ആരോടും പ്രതികാരമില്ല. എനിക്ക് എന്നോട് മാത്രമാണ് പ്രതികാരം, എൻ്റെ ജീവിതത്തോട്.
എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കിയ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിൽ ഒരു നെരിപ്പോട് പുകയുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് എന്നും ഒരിക്കലെങ്കിലും ഞാൻ ഓർക്കാറുണ്ട്, പ്രത്യേകിച്ചും ഇന്ന്. ഒക്കെ സംഭവിച്ചു ഇവിടെ, ഇങ്ങനെ ദുഃഖിച്ചു മരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്കറിയില്ലേ, അന്ന് എൻ്റെ മകൾ എന്നെയും കൊണ്ട് ഇവിടെ വന്ന് പോയ ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഈ സംഭവം ഉണ്ടായത്. എനിക്ക് ശ്രദ്ധിക്കുന്നത് വരെ എനിക്ക് കഴിയില്ല. വരൂ ദേവി, പ്ലീസ് ഒന്ന് അവിടെ വരെ പോയി മുഖം കാണിച്ചിട്ട് വരാം. പ്ലീസ് ദേവി, പ്ലീസ്. ദേവി, ദേവി,